ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയാണ്. അത് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിനാണ്. നമുക്ക് റവ വെച്ചാണ് നമ്മൾ ഈ പൊരിച്ച പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് 4 ഗ്ലാസ് റവയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഒരു 10-12 ചുള ചുമന്നുള്ളിയും ഒരു അരമുറി തേങ്ങയും പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും കൂടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്തായിട്ട് ചെയ്യുന്നത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ കണക്കിന് ഞാൻ 4 ഗ്ലാസ്സിന് ഒരു 9 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് തിളയ്ക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഈ 9 ഗ്ലാസ് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ തേങ്ങായും ഈ ചെറിയുള്ളിയും എല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചാൽ മതി. അത് നമുക്ക് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കുറേശ്ശെയായിട്ട് ഈ റവ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് മൈദ ഇതുപോലെ ഇതേ കണക്കിന് 1 ഗ്ലാസ് മൈദ കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആ മൈദ കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്താലേ ഉള്ളൂ നമുക്ക് ആ മാവിനൊരു പിടുത്തം കിട്ടുകയുള്ളൂ. അതുപോലെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. അപ്പോൾ ഞാനിതിലേക്ക് ഈ 1 ഗ്ലാസ് മൈദ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൈദയുടെ കണക്കും കൂടെ കൂട്ടിയാണ് നമ്മൾ വെള്ളം ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ വെള്ളം കുറവുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ വെള്ളം കൂടുതലാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കുറച്ചുകൂടെ മൈദ കൂടി ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് കട്ടാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണം. അപ്പോഴത്തേക്കും ആ റവയും മൈദയും എല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. വെള്ളമൊക്കെ നമുക്ക് അതിൻ്റെ ഒരു കണക്കിന് വലിഞ്ഞു കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം നമുക്ക് കുറച്ച് നേരം ഇതുപോലെ മൂടി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ സ്വല്പം എണ്ണ കയ്യിൽ ഇങ്ങനെ തടകിയതിന് ശേഷം ഇത് കൗണ്ടർ ടോപ്പിലേക്ക് 2ആയിട്ട് എടുത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇത് ഒത്തിരി നമുക്ക് ഇട്ട് കുഴക്കേണ്ട കാര്യമൊന്നുമില്ല. റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതുപോലെ ഇതെല്ലാം ഒന്ന് കുഴച്ച് മാറ്റി വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. കരിഞ്ജീരകമോ അല്ലെങ്കിൽ കറുത്തയെള്ളോ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ കരിഞ്ജീരകം ഞാൻ ചേർത്തില്ല. എൻ്റെ മക്കൾക്ക് അത് വലിയ താല്പര്യമില്ല. അതുപോലെ കറുത്തയെള്ളോ അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ചതില്ലാതെയാണ് ഞാനിതുപോലെ പരത്തിയെടുത്തത്. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. ഇതുപോലെ വലിപ്പത്തിലൊന്ന് പരത്തിയെടുത്തിട്ട് ഞാനിതുപോലെ പുട്ടിൻ്റെ നമ്മളിത് ആവി വരുന്ന ഒരു മൂടി കൊണ്ടാണ് ഈ ഒരു കട്ടർ കൊണ്ട് ഇതേ ഒരളവിൽ സെയിം ആയിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരളവിലാണ് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡെല്ലാം ഒരേ അളവിന് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു കണക്കിൽ തന്നെ എല്ലാം ഒരേ അളവിൽ തന്നെ നമുക്ക് ഇത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊന്ന് പൊങ്ങി വരാനും ഇത്രയും കട്ടി തന്നെ നമുക്കിതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ, നമുക്കിത് മുങ്ങിക്കിടക്കാനായിട്ടുള്ള ഓയിൽ വേണം. നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് വേണം ഇതെടുക്കാനായിട്ട്. നമുക്കതിന് ശേഷം ഇത് ഓരോന്നിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം നല്ല ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതിന് ശേഷം നമുക്കിതൊരു മീഡിയം ലെവലിലേക്ക് ഫ്ലെയിം നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇത് നമ്മളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ചില്ലുകൂട്ടിലിരിക്കുന്ന അതേ പത്തിരിയുടെ ഒരു ടേസ്റ്റാണിത്. ഇത് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇതെൻ്റെ വാപ്പിച്ചിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ഒരു പത്തിരിയാണ്. എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ ഇത് മുടങ്ങാതെ വാങ്ങിച്ച് കൊണ്ടുവരുമായിരുന്നു. ഇപ്പം എൻ്റെ വാപ്പിച്ചി മരിച്ചിട്ട് 4 വർഷമായി. അപ്പോൾ ആ ഒരു ഓർമ്മ ദിവസം ഞാനിത് ഇവിടെ ഉണ്ടാക്കിയതാണ്. എനിക്കിതിൻ്റെ ഒരു കണക്കനുസരിച്ച് ഒരു 10-35 പത്തിരി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഈ എടുത്ത ഒരു റവയുടെ അളവനുസരിച്ചാണ് ഇത്രയും പത്തിരി എനിക്ക് കിട്ടിയത് കേട്ടോ. ഇത് നല്ല ബീഫ് റോസ്റ്റിൻ്റെ കൂടെയും ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. ഇത് അങ്ങനെയും കഴിക്കാം, അല്ലാതെ വെറുതെ നമുക്കിത് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള പൊരിച്ച പത്തിരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.